ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം ദ്വിതീയോധ്യായം 20-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ ദ്വിതീയോധ്യായഃ. ശ്രീശുകോ ഉവാച ഇതി ഭാഗവതപൃഷ്ടഃ ക്ഷത്രാ വാർത്താം പ്രിയാശ്രയാം പ്രതിവക്തും ന ചോത്സേഹ ഔത്കണ്ഠ്യാൽ സ്മാരിതേശ്വരഃ. യഃ പഞ്ചഹായനോ മാത്ര പ്രാതരാശായ യാചിതഃ തന്നൈച്ഛദ്രചയൻ യസ്യ സപര്യാം ബാലലീലയാ സ കഥം സേവയാ തസ്യ കാലേന ജരസംഗതഃ പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയാത് ഭർതു പാദാവനുസ്മരൻ. സ മുഹൂർത്തമഭൂത്തൂഷ്ണീം കൃഷ്ണാം ഘ്രിസുധയാ ഭൃശം തീവ്രേണ ഭക്തിയോഗേന നിമഗ്നഃ സാധു നിർവൃതഃ. പുളകോൽഭിന്ന സർവാംഗോ മുഞ്ചന്മീലദൃശാ ശുചഃ പൂർണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസരസംപ്ലുതഃ. ശനകൈർഭഗവാൻ ഭഗവല്ലോകാൻ നൃലോകം പുനരാഗതഃ വിമൃജ്യ നേത്രേ വിദുരം പ്രത്യാഹോദ്ധവ ഉസ്മയൻ. ഉദ്ധവ ഉവാച കൃഷ്ണദ്യുമണി നിംലോചേ ഗീർണേഷ്വജഗരേണഃ കിന്നു നഃ കുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേഷ്വഹം. ദുർഭഗോപതലോകോയം യദവോ നിതരാം അപി യേ സംവസന്തോ ന വിദുർഹരിം മീനാ ഇവോടുപം. ഇംഗിതജ്ഞാഃ പുരുപ്രൗഢാ ഏകാരാമാശ്ച സാത്വതാഃ സാത്വതാം ഋഷഭം സർവേ ഭൂതാവാസമമം സതാ. ദേവസ്യ മായയാ സ്പൃഷ്ടാ യേ ചാന്യദസദാശ്രിതഃ ഭ്രാമ്യതേധീർന്ന തദ്വാക്യൈർ ആത്മന്യുക്താത്മനോ ഹരൗ. പ്രദശ്യാതപ്തതപസാം അഭിതൃപ്തദൃശാം നൃണാം ആദായാന്തരധാദ്യസ്തു സ്വബിംബം ലോകലോചനം. യന്മർത്യലീലൗപൈകം സ്വയോഗം മായാബലം ദർശയതാ ഗൃഹീതം വിസ്മാപനം സ്വസ്യ ച സൗഭഗർദ്ധേ പരം പദം ഭൂഷണഭൂഷണാംഗം. യദ്ധർമ്മസൂനോർബദ രാജസൂയേ നിരീക്ഷ്യദൃക് സ്വസ്ത്യയനം ത്രിലോകഃ കാസ്ന്യേന ചാദ്യേഹ ഗതം വിധാതുർ അർവാക്സൃതൗ കൗശലമിത്യമന്യത. യസ്യാനുരാഗപ്ലുതഹാസരാസ ലീലാവലോകപ്രതിലബ്ധമാനാ വ്രജസ്ത്രിയോ ദൃഗ്ഭിർ അനുപ്രവൃത്തധിയോ അവതസ്തു കില കൃത്യശേഷാഃ സ്വശാന്തരൂപേഷ്വിതരൈഃ സ്വരൂപൈർ അഭ്യർദ്യമാനേഷ്വനുകമ്പിതാത്മാ പരാവരേശോ മഹദംശയുക്തോ ഹ്യജോപി ജാതോ ഭഗവാൻ യഥാഗ്നിഃ. മാം ഖേദയത്യേതദജസ്യ ജന്മ വിഡംബനം യത് വസുദേവഗേഹേ വ്രജേ ച വാസോരിഭയാദിവ സ്വയം പുരാത് വ്യവാത്സീദ്യദനന്തവീര്യഃ. ദുനോതി ചേതസ്മരതോ മമൈതൽ യദാഹ പാദാവഭിവന്ദ്യ പിത്രോ താതാംബ കംസാദുർശങ്കിതാനാം പ്രസീദതം നോ കൃതനിഷ്കൃതീനാം. കോ വാ അമുഷ്യാം ഘ്രിസരോജരേണും വിസ്മർത്തുമീശീതപുമാൻ വിജിഘ്രൻ യോ വിസ്ഫുരദ്ഭ്രൂ വിടപേന ഭൂമേർഭാരം കൃതാന്തേന തിരശ്ചകാര. ദൃഷ്ട്വാ ഭവദ്ഭിർനനു രാജസൂയേ ചൈദ്യസ്യ കൃഷ്ണം ദ്വിഷതോപി സിദ്ധി യാം യോഗിനഃ സംസ്പൃഹയന്തി സമ്യക് യോഗേന കസ്തത് വിരഹം സഹേത. തഥൈവ ചാന്യേ നരലോകവീരാ യ ആഹവേ കൃഷ്ണമുഖാരവിന്ദം നേത്രൈഃ പിബന്ധോ നയനാഭിരാമം പാർത്ഥാസ്ത്രപൂതാഃ പദമാപുരസ്യ. 21-ാമത്തെ ശ്ലോകം. സ്വയം ത്വസാമ്യാതിശയസ്ത്രധീശസ്വരാജ്യലക്ഷ്മ്യാപ്തസമസ്തകാമഃ ബലിം ഹരദ്ഭിശ്ചിരലോകപാലൈഃ കിരീടകോട്യേടിതപാദപീഠഃ. സ്വയം ത്വസാമ്യാതിശയസ്ത്രധീശഃ സ്വരാജ്യലക്ഷ്മ്യാപ്തസമസ്തകാമഃ ബലിം ഹരദ്ഭിശ്ചിരലോകപാലൈഃ കിരീടകോട്യേടിതപാദപീഠഃ. സ്വയം ത്വസാമ്യാതിശയ തനിക്ക് സാമ്യം ആരും ഇല്ല, തുല്യനായിട്ട് അന്യൻ ഇല്ല എന്നർത്ഥം. അതിശയസ്ത്രധീശഃ ഈ 3 ലോകങ്ങൾക്കും ത്രൈലോക്യനാഥനാണ്. സ്വരാജ്യലക്ഷ്മ്യാ പരമാനന്ദ രൂപം ആയിട്ടുള്ള ആ സമ്പത്ത് കൊണ്ട് സ്വരാജ്യലക്ഷ്മ്യ ആപ്തസമസ്തകാമഃ ആ സമ്പത്ത് കൊണ്ട് ആപ്തകാമനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണകാമനാണ്, മുഴുവൻ കാമങ്ങളും ചേർന്നവനാണ്. ബലിം ഹരദ്ഭിശ്ചിരലോകപാലൈഃ ആ പൂജാരൂപത്തിലുള്ള ആ ഹരദ്ഭിശ്ചിരലോകപാലൈഃ ആ സമർപ്പിക്കുന്ന
ലോകപാലന്മാരാൽ സമർപ്പിക്കപ്പെടുന്ന ആ കപ്പം ബലിം ഹരദ്ഭിശ്ചിരലോകപാലിഹി, ആ ലോകപാലന്മാർ തനിക്ക് സ്ഥിരമായിട്ട് എപ്പോഴും അർപ്പിക്കുന്ന ആ കപ്പം കിരീടകോട്യാടിത പാദപീഠം, സമർപ്പിക്കുന്ന ആ കപ്പം അത് നമസ്കരിച്ച് കിരീടാഗ്രം കൊണ്ട് ആ കീർത്തിക്കപ്പെട്ട പാദപീഠത്തോടു കൂടിയവനുമാണ്. പൂജാരൂപത്തിലുള്ള കപ്പം സമർപ്പിക്കുന്ന അവരുടെ ചിരലോകപാലിഹി, ആ ലോകപാലന്മാരുടെ ആ അവരിങ്ങനെ നമസ്കരിക്കുകയാണ്. എല്ലാവരും ഇത് അർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. ലോകപാലന്മാരാൽ കിരീടകോട്യ നമസ്കരിച്ചിട്ട് ആ കിരീടാഗ്രം കൊണ്ട് ഈഡിത പാദപീഠ കീർത്തിക്കപ്പെടുന്നു. കിരീടാഗ്രം കൊണ്ട് ആ ഭഗവാനെ ഇങ്ങനെ കീർത്തിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ആളാണ് താൻ. സ്വയം സാമ്യാതിശയസ്ത്യധീശഃ സ്വരാജ്യലക്ഷ്മി ആപ്തസമസ്തകാമഃ ബലിം ഹരദ്ഭിശ്ചിരലോകപാലൈഃ കിരീടകോട്യേഡിത പാദപീഠ. പലത്തെ പദങ്ങൾ. അസാമ്യാതിശയ, തനിക്ക് തുല്യൻ ആയവൻ അന്യൻ ഇല്ല, തുല്യനായ അന്യൻ ഇല്ല. പിന്നെ സ്വയം തു, താനാകട്ടെ, ത്രധീശഃ, ത്രൈലോക്യത്തിന് നാഥനുമാണ്, 3 ലോകങ്ങളുടെയും നാഥനാണ്. സാമ്രാജ്യലക്ഷ്മിയ, ആ പരമാനന്ദ രൂപമായിട്ടുള്ള സമ്പത്ത് കൊണ്ട്, സാമ്രാജ്യലക്ഷ്മിയ എന്ന് പറഞ്ഞാൽ പരമാനന്ദ രൂപമായിട്ടുള്ള ആ സമ്പത്ത് കൊണ്ട് സമസ്തകാമഹ, ആ പൂർണ്ണകാമനാണ് താൻ. ബലിം, ആ പൂജാരൂപത്തിലുള്ള കപ്പം, പൂജാരൂപത്തിലുള്ള ആ അവരുടെ ആ തനിക്ക് വേണ്ടി ചെയ്യുന്ന ആ ആരാധന, കപ്പം സമർപ്പിക്കുന്ന, അത് അവർ സമർപ്പിക്കുന്ന ആ ചിരലോകപാലൈഹി, ആ ചിരഞ്ജീവികളായിട്ടുള്ള ലോകപാലന്മാർ, ഈ ലോകപാലന്മാരാൽ തനിക്ക് സമർപ്പിക്കപ്പെടുന്ന പൂജയാകുന്ന ആ കപ്പം, പൂജാരൂപത്തിലുള്ള കപ്പം കൊണ്ട് അവർ ലോകപാലന്മാരാൽ കിരീടകൂട്യ നമസ്കരിച്ചിട്ട് ഹരദ്ഭി സമർപ്പിക്കുന്ന ചിരലോകപാലൈഹി, ചിരഞ്ജീവികളായിട്ടുള്ള ലോകപാലന്മാരാൽ കിരീടകോട്യ നമസ്കരിച്ച് കിരീടാഗ്രം കൊണ്ട് ഈഡിത പാദപീഠ കീർത്തിക്കപ്പെട്ട പാദപീഠത്തോട് കൂടിയവനും ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. അസാമ്യാതിശയ, തനിക്ക് തുല്യൻ ആയ അന്യനില്ല. സ്വയം തു, താനാകട്ടെ, ത്രധീശഃ, ത്രൈലോക്യനാഥനും ആണ്. സ്വരാജ്യലക്ഷ്മിയ, പരമാനന്ദ രൂപമായിട്ടുള്ള സമ്പത്ത് കൊണ്ട് ആപ്ത സമസ്ത കാമഃ, പൂർണ്ണകാമനും ആണ്. ബലിം, ആ പൂജാരൂപത്തിലുള്ള കപ്പം, ഹരദ്ഭിഹി സമർപ്പിക്കുന്ന ചിരലോകപാലൈഹി, ആ ചിരഞ്ജീവികളായിട്ടുള്ള ആ ലോകപാലന്മാരാൽ കിരീടകോട്യ നമസ്കരിച്ചിട്ട് കിരീടാഗ്രം കൊണ്ട് ഈഡിത പാദപീഠ കീർത്തിക്കപ്പെട്ട ആ പാദപീഠത്തോട് കൂടിയവനും ആണ്. അപ്പോൾ അതിലത്തെ അന്വയം അസാമ്യാതിശയഃ സ്വയം തു ത്രധീശഃ സ്വരാജ്യലക്ഷ്മ്യാ ആപ്തസമസ്തകാമഃ ഹരദ്ഭി ചിരലോകപാലൈഃ കിരീടകോട്യാ ഈഡിതപാദപീഠഃ. എന്നുകൂടി പറയാം. അസാമ്യാതിശയഃ സ്വയം തു ത്രധീശഃ സ്വരാജ്യലക്ഷ്മ്യാ ആപ്തസമസ്തകാമഃ ബലിം ഹരദ്ഭി ചിരലോകപാലൈഃ കിരീടകോട്യാ ഈഡിതപാദപീഠഃ. അതിൻ്റെ അർത്ഥം, തനിക്ക് തുല്യനായിട്ട് അന്യനില്ല, താനാകട്ടെ ത്രൈലോക്യനാഥനുമാണ്, പരമാനന്ദ രൂപമായിരിക്കുന്ന സമ്പത്ത് കൊണ്ട് പൂർണ്ണകാമനും ആണ്. പൂജാരൂപത്തിലുള്ള പൂജാരൂപത്തിൽ സമർപ്പിക്കുന്ന ആ ചിരഞ്ജീവികളായ ലോകപാലന്മാരാൽ സമർപ്പിക്കപ്പെടുന്ന അവരുടെ ആ കിരീടാഗ്രം കൊണ്ട് നമസ്കരിച്ചിട്ട് അങ്ങനെ കീർത്തിക്കപ്പെടുന്ന പാദപീഠങ്ങളോട് കൂടിയവനും ആണ്. ഒന്നുകൂടി പറയാം. തനിക്ക് തുല്യനായിട്ട് അന്യനില്ല, താനാകട്ടെ ത്രൈലോക്യനാഥനും ആണ്, ആ പരമാനന്ദ സ്വരൂപമായ സമ്പത്ത് കൊണ്ട് പൂർണ്ണകാമനും ആണ്. ആ പൂജാരൂപത്തിലുള്ള കപ്പം സമർപ്പിക്കുന്ന ആ ചിരഞ്ജീവികളായിട്ടുള്ള ലോകപാലന്മാരാൽ നമസ്കരിച്ച് ആ കിരീടാഗ്രം കൊണ്ട് നമസ്കരിച്ചിട്ട് കീർത്തിക്കപ്പെട്ട പാദപീഠത്തോട് കൂടിയവനും ആണ് ഇതിൽ പറയുന്നത്. തനിക്ക് സാമ്യവാനായും
അതിശയിക്കത്തക്കവനായും അന്യനില്ല. ത്രൈലോക്യനാഥനാണ്. സ്വസ്വരൂപാനന്ദത്താൽ ആപ്തകാമനാണ്. ആത്മാരാമൻ എന്നർത്ഥം. ഇന്ദ്രാദി ലോകപാലന്മാർ തൻ്റെ ആജ്ഞയെ അനുസരിക്കുന്നു. അതാണവർ നൽകുന്ന കപ്പം. അവരുടെ കിരീടാഗ്രങ്ങളാൽ സ്പർശിക്കപ്പെട്ട ആ പുറവടിവോടുകൂടിയവനാണ് ഭഗവാൻ. അപ്പോൾ അംഗ യാതൊരാൾ ത്രിമൂർത്തികൾക്കും നിയന്താതാവും, സ്വരൂപാനന്ദാനുഭവത്താൽ ആപ്തകാമനും, സാമ്യാതിശയം ഇല്ലാത്തവനും, ബലിയർപ്പിക്കുന്ന ബ്രഹ്മാദി ലോകപാലന്മാരെല്ലാം തങ്ങളുടെ കിരീടാഗ്രം കൊണ്ട് സ്തുതിക്കപ്പെടുന്ന പാദപീഠത്തോട് കൂടിയവനുമായി ഭവിക്കുന്നു. ആ സർവേശ്വരൻ ഞാനാകുന്നു ഉള്ളതാണ് ഈ ശ്ലോകത്തിൽ യോജിപ്പിക്കുന്നത്. ഭഗവാനാകട്ടെ നിസ്തുല്യനും നിരതിശയനും ത്രിലോകാധിപനും സ്വരൂപാനന്ദ നൃപ്പനും അവാപ്ത സമസ്ത കാമനും അജ്ഞാന പരിപാലന രൂപമായ ആ കപ്പം കൊടുക്കുന്ന ഇന്ദ്രാദി ലോകപാലന്മാരാൽ നമസ്കരിക്കപ്പെട്ടവനും വർണ്ണിക്കപ്പെട്ടുമിരിക്കുന്ന ആ പാദപീഠത്തോടു കൂടിയവനും ആയിട്ട് ഇരിക്കുന്നു. അതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അടുത്ത 22ാമത്തെ ശ്ലോകം നോക്കാം. തത്തസ്യ കൈങ്കര്യമലം ഭൃതാന്നോ വിഗ്ലാപയത്യംഗയദുഗ്രസേനം തിഷ്ഠന്നിഷണ്ണം പരമേഷ്ഠിധിഷ്ണ്യേ ന്യബോധയദ്ദേവ നിധാരയേതി. തത്തസ്യ കൈങ്കര്യമലം ഭൃതാന്നോ വിഗ്ലാപയത്യംഗയദുഗ്രസേനം തിഷ്ഠന്നിഷണ്ണം പരമേഷ്ഠിധിഷ്ണ്യേ ന്യബോധയദ്ദേവ നിധാരയേതി. തത്തസ്യ കൈങ്കര്യമലം ഭൃതാന്നോ ആ ഭഗവാന്റെ ആ കൈങ്കര്യം, കൈങ്കര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസ്യം, ഭഗവാന്റെ ദാസ്യം. തത്തസ്യ കൈങ്കര്യ അമലം, അത് വളരെ അമലമായിട്ടുള്ളതാണ്, യാതൊരു വിധത്തിലുള്ള നിർമ്മലമായിട്ടുള്ളതാണ് ഭഗവാന്റെ ദാസ്യം എന്ന് പറയുന്നത്. ഭൃതാന്നോ വിഗ്ലാപയത്യംഗയദുഗ്രസേനം, പരമേഷ്ഠിധിഷ്ണ്യേ തിഷ്ഠന്നിഷണ്ണം പരമേഷ്ഠിധിഷ്ണ്യേ, ആ സിംഹാസനത്തിൽ, ആ ഉന്നതമായിരിക്കുന്ന സിംഹാസനത്തിൽ ഉപവിഷ്ടനായിട്ടുള്ള ആ ഉഗ്രസേനനോട്, വിഗ്ലാപയത്യംഗയദുഗ്രസേനം, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ഉഗ്രസേനനോട് മഹാരാജാവേ നിബോധയദ്ദേവ നിധാരയേതി, ആ മഹാരാജാവേ കേട്ട് മനസ്സിലാക്കിയാലും എന്ന് പറഞ്ഞിട്ട് ആ നിന്ന നിൽപ്പിൽ പറഞ്ഞിട്ട് ആ തസ്യ കൈങ്കര്യം, അവിടുത്തെ ആ ദാസ്യം എന്നത് ആ ഭൃത്യരായ ഞങ്ങളെ, നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരാണ്, ആ ഭൃത്യരായിട്ടുള്ള ഞങ്ങളെ വളരെ ക്ഷീണിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ തത്തസ്യ കൈങ്കര്യമലം ഭൃതാന്നോ വിഗ്ലാപയത്യംഗയദുഗ്രസേനം, അതായത് എന്താണ്, അപ്രകാരമുള്ള ആ തന്ത്രിവടി, സിംഹാസനത്തിലിരിക്കുന്ന ഉഗ്രസേന മഹാരാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഭവ്യതയോടെ അല്ലയോ ദേവ അറിഞ്ഞാലും എന്ന് അരുളി ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെ അവിടുത്തെ ആ ദാസഭാവം, അവിടുത്തെ ആ ദാസന്മാരായിട്ടുള്ള നമ്മളെ വ്യസനിപ്പിക്കുന്നു. ആ ഭഗവാൻ ഒരു ദാസനെ പോലെ ആ ഉഗ്രസേനൻ്റെ ആ ആജ്ഞകളെ പരിപാലിക്കുന്ന കാണുമ്പോൾ ഈ ദാസന്മാർക്ക് ഉദാസീനം, അവർക്ക് ഉദാസീനത വരുന്നു എന്ന് പറയുകയാണ്. അപ്പം ആദ്യത്തെ പദങ്ങൾ നോക്കാം. ഹേ അംഗ, അല്ലയോ പ്രിയപ്പെട്ടവനെ, പരമേഷ്ഠിധിഷ്ണ്യേ, ഉന്നതമായിരിക്കുന്ന സിംഹാസനത്തിൽ, നിഷണ്ണം ഉപവിഷ്ടനായിരിക്കുന്ന ഉഗ്രസേനം, ആ ഉഗ്രസേനനോട്, ദേവ മഹാരാജാവേ, നിധാരയ കേട്ട് മനസ്സിലാക്കിയാലും, ഇതി എന്നിപ്രകാരം, തിഷ്ഠൻ നിന്ന നിൽപ്പിൽ നിന്ന്, ന്യബോധയത് ഉണർത്തിച്ച്, തസ്യ അവിടുത്തെ, കൈങ്കര്യം ദാസ്യം, യത്തത് എന്നത് ആ ദാസ്യം ആയിട്ട് അവിടുന്ന് ചെയ്യുന്നത്, ഭൃത്യന്നഹ ഭൃത്യരായ ഞങ്ങളെ, എല്ലാവരുടെയും ദാസന്മാരായ ഞങ്ങളെ, അലം വളരെയധികം,
വിഗ്ലാപയന്തി ക്ഷീണിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. ഒന്നുകൂടി പറയാം. ഹേ അംഗ, അലയോ പ്രിയപ്പെട്ടവനെ, പരമേഷ്ഠിധിഷ്ണേ ഉന്നതമായിരിക്കുന്ന സിംഹാസനത്തിൽ, നിഷണ്ണം ഉപവിഷ്ടനായിരിക്കുന്ന ഉഗ്രസേനം ആ ഉഗ്രസേനനോട്, ദേവ ആ മഹാരാജാവെ, നിധാരയ കേട്ടു മനസ്സിലാക്കിയാലും, ഇതി എന്നിപ്രകാരം, തിഷ്ഠൻ നിന്ന നിൽപ്പിൽ നിന്ന്, ന്യബോധയത് ഉണർത്തിച്ച്, തസ്യ അവിടുത്തെ, കൈങ്കര്യം ദാസ്യം, യത് തത് എന്നത്, യത് തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നത്, ഭൃതാന്നഹ ഭൃത്യരായ ഞങ്ങളെ, അലം വളരെയധികം, വിഗ്ലാപയതി ക്ഷീണിപ്പിക്കുന്നു എന്ന് പറയും. അതിലത്തെ അന്വയം വരുന്നത് ഹേ അംഗ പരമേഷ്ഠിധിഷ്ണ്യേ നിഷണ്ണം ഉഗ്രസേനം ദേവനിധാരയ ഇതി തിഷ്ഠൻ ന്യബോധയത് തസ്യ കൈങ്കര്യം യത് തത് ഭൃതാന്ന അലം വിഗ്ലാപയതി. നിങ്ങോട് പറയാം. ഹേ അംഗ പരമേഷ്ഠിധിഷ്ണ്യേ നിഷണ്ണം ഉഗ്രസേനം ദേവ നിധാരയ ഇതി തിഷ്ഠൻ ന്യബോധയൽ തസ്യ കൈങ്കര്യം യത് തത് ഭൃതാന്ന അലം വിഗ്ലാപയതി. അതായത്, അല്ലയോ പ്രിയപ്പെട്ടവനെ, ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഉഗ്രസേനനോട്, മഹാരാജാവെ കേട്ടു മനസ്സിലാക്കിയാലും എന്നിപ്രകാരം നിന്ന നിൽപ്പിൽ നിന്ന് ഉണർത്തിച്ച്, അവിടുത്തെ ആ ദാസ്യം എന്നത്, അവിടുത്തെ ആ ദാസ്യം ചെയ്തു എന്നത് ഭൃത്യന്മാരായ ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്നതാകുന്നു. ഒന്നും കൂടി പറയാം. അല്ലയോ പ്രിയപ്പെട്ടവനെ, ആ ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഉഗ്രസേനനോട്, മഹാരാജാവെ കേട്ടു മനസ്സിലാക്കിയാലും എന്നിപ്രകാരം നിന്ന നിൽപ്പിൽ ഉണർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്ന അവിടുത്തെ ആ ദാസ്യത്തെ, യത് തത് അവർ ചെയ്യുന്നു എന്ന്, അദ്ദേഹം ഭഗവാൻ ചെയ്യുന്നു ആ ദാസ്യം എന്നുള്ളത് കാണുമ്പോൾ ഭൃത്യരായ ഞങ്ങൾക്ക് വളരെയധികം ക്ഷീണം ഉണ്ടാകുന്നു. അതാണ് തത്തസ്യ കൈങ്കര്യമലം ഭൃതാന്നോ വിഗ്ലാപയത്യംഗേതുഗ്രസേനം തിഷ്ഠൻ നിഷണ്ണം പരമേഷ്ഠിധിഷ്ണേ ന്യബോധയദ്ദേവ നിധാരയേതി. അപ്പോൾ അപ്രകാരമുള്ള തന്തിരിവടി ആ സിംഹാസനത്തിലിരിക്കുന്ന ഉഗ്രസേന മഹാരാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഭവ്യതയോടെ, അല്ലയോ ദേവ അറിഞ്ഞാലും എന്നരുളി ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച്, അവിടുത്തെ ആ ദാസഭാവം, അവിടുത്തെ ആ ദാസന്മാരായിരിക്കുന്ന നമ്മളെ വ്യസനിപ്പിക്കുന്നു. സർവേശ്വരൻ സ്വയം നിന്ന് ആ സിംഹാസനത്തിലിരിക്കുന്ന ഉഗ്രസേനനോട് ദേവാധരിച്ചാലും എന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു. അവിടുത്തെ ആ ദാസഭാവം ദാസന്മാരായ ഞങ്ങളെ മോഹിപ്പിക്കുന്നു. ആ ഭഗവാൻ ആ സിംഹാസനസ്ഥനായിരിക്കുന്ന ഉഗ്രസേന മഹാരാജാവിൻ്റെ അരികെ നിന്നുകൊണ്ട്, ഹേ ദേവ, ഇതാ ഇവൻ കൽപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്, ഇതാ ഇവൻ കൽപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഉഗ്രസേനന് കൈകാര്യം അനുഷ്ഠിച്ചതിനെ ഓർക്കുമ്പോൾ, ഹേ പൂജ്യനായിരിക്കുന്ന വിതുര, ആ ഭഗവാന്റെ സേവകന്മാരായ ഞങ്ങൾ ഏറ്റവും അധികം വ്യസനിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം. അഹോഭഗീയം സ്തനകാളകൂടം ജിഘാംസയാ പായയദപ്യസാധ്വീ ലേഭേ ഗതിം ധാത്രുചിതാം തതോന്യം കം വാദയാലും ശരണം വ്രജേമ. അഹോ ഭഗീയം സ്തനകാളകൂടം ജിഘാംസയാ പായയദപ്യസാധ്വീ ലേഭേ ഗതിം ധാത്രുചിതാം തതോന്യം കം വാദയാലും ശരണം വ്രജേമ. ദുഷ്ടയായിരിക്കണ അസാധ്വീ ബകി, ദുഷ്ടയായിരിക്കുന്ന ആ പൂതന, ഭഗന്റെ സഹോദരി ആ പൂതന, യാതൊരാളെ കൊല്ലാനുള്ള വിചാരത്തോടെ ആ മുലയിൽ പുരട്ടിയ വിഷം കുടിപ്പിച്ചുവെങ്കിലും ആ പെറ്റമ്മയർഹിക്കുന്ന സദ്ഗതി അവർക്ക് ലഭിച്ചു. ആശ്ചര്യം തന്നെ. അദ്ദേഹത്തിൽ നിന്ന് അന്യനായിരിക്കുന്ന ഏതു ദയാലുവിനെയാണ് നാം ശരണം പ്രാപിക്കുക. അഹോ ബകീയം, കഷ്ടം. ഭൂതന യം സ്തനകാളകൂടം, തൻ്റെ ആ വിഷം പുരട്ടിയ കാളകൂട വിഷം പുരട്ടിയ സ്തനം, വിഘാംസയ
അതങ്ങനെ കുടിപ്പിച്ചിട്ടിട്ട് പായയാ വിഘാംസയാ പായയദപ്യസാധ്വി, ആ കൊല്ലാനുള്ള വിചാരത്തോടെ, വിഘാംസയ കൊല്ലാനുള്ള വിചാരത്തോടെയാണ് മുലയിൽ പുരട്ടിയ വിഷം അപായയത് അപി കുടിപ്പിച്ചു, ആ ഭഗവാനെ കുടിപ്പിച്ചു. പായത് അപി സാധ്വി, അവർ എന്തായി തീർന്നു? ലേഭേ ഗതിം ധാതൃചിതാം, ആ അമ്മയ്ക്ക് ചേർന്ന ആ സദ്ഗതി, പെറ്റമ്മയ്ക്ക് ചേർന്ന സദ്ഗതി അവർക്ക് കിട്ടി. ലേഭേ ഗതിം ധാതൃചിതാം തതോന്യം, വേറെ അന്യരായിട്ടുള്ള കം വ, ആരാണ് ഇത്ര ദയാലുവായിട്ടുള്ള ഒരാളുള്ളത്? ഇങ്ങനെ ശരണം പ്രാപിക്കാൻ തക്കവണ്ണം ദയാലുവായിട്ടുള്ള ഏതൊരു ഭഗവാനാണ് ഈ ലോകത്തിലുള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം അതിലത്തെ പദങ്ങൾ നോക്കാം. അസാധ്വീബകി, ദുഷ്ടയായ പൂതന. അപ്പം അസാധ്വീബകി, ദുഷ്ടയായിട്ടുള്ള പൂതന. യം, യാതൊരാളെ, ജിഘാംസയാ, കൊല്ലാനുള്ള വിചാരത്തോടെ, സ്തന കാളകൂടം, മുലയിൽ പുരട്ടിയ വിഷം, അപായയത് അപി, കുടിപ്പിച്ചു എങ്കിലും, ധാതൃചിതാം, പെറ്റമ്മ അർഹിക്കുന്ന ഗതിം, ആ സൽഗതി, ലേഭേ, പ്രാപിച്ചു. അഹോ, ആശ്ചര്യം, തതഃ, അദ്ദേഹത്തിൽ നിന്ന്, അന്യം, അന്യനായ, കം വ, ഏത് ദയാലുവിനെ ശരണം വ്രജേമ, നാം ശരണം പ്രാപിക്കും. ഒന്നും കൂടി പറയാം. അസാധ്വീബകി, ദുഷ്ടയായിരിക്കുന്ന ആ പൂതന, യം, യാതൊരാളെ, ജിഘാംസയാ, കൊല്ലാനുള്ള വിചാരത്തോടെ, സ്തനകാളകൂടം, മുലയിൽ പുരട്ടിയ വിഷം, അപായയത് അപി, കുടിപ്പിച്ചുവെങ്കിലും, ധാതൃചിത, പെറ്റമ്മയർഹിക്കുന്ന ഗതിം, ആ സൽഗതി, ലേഭേ, പ്രാപിച്ചു. അഹോ, ആശ്ചര്യം, തതഃ, അദ്ദേഹത്തിൽ നിന്ന്, അന്യം, അന്യനായിട്ടിരിക്കുന്ന, കം വ, ഏത് ദയാലുവിനെ ശരണം വ്രജേമ, ശരണം പ്രാപിക്കും. അപ്പോൾ അതിലത്തെ അന്വയം വരുന്നത് അസാധ്വീബകി യം ജിഘാംസയാ സ്തനകാളകൂടം അപായയൽ അപി ധാതൃചിത ഗതിം ലേഭേ അഹോ തതഃ അന്യം കം വാ ദയാലും ശരണം വ്രജേമ. ഒന്നും കൂടി പറയാം. അസാധ്വീബകീ ജിഘാംസയാ സ്തനകാളകൂടം അപായയൽ അപി ധാതൃജിതാം ഗതിം ലേഭേ അഹോ തതഃ അന്യം കം ദയാലും ശരണം വ്രജേമ. അതായത് ദുഷ്ടയായിരിക്കുന്ന പൂതന യാതൊരാളെ കൊല്ലാനുള്ള വിചാരത്തോടെ മുലയിൽ പുരട്ടിയ വിഷം കുടിപ്പിച്ചുവെങ്കിലും പെറ്റമ്മ അർഹിക്കുന്ന ആ സദ്ഗതി അവർ പ്രാപിച്ചു. അത് വളരെ ആശ്ചര്യം തന്നെ. അദ്ദേഹത്തിൽ നിന്ന് അന്യനായിട്ട് ഏത് ദയാലുവിനെയാണ് നാം ശരണം പ്രാപിക്കുക? എന്നുകൂടി പറയാം. ദുഷ്ടയായിരിക്കുന്ന പൂതന യാതൊരാളെ കൊല്ലാനുള്ള വിചാരത്തോടെ ആ മുലയിൽ പുരട്ടിയ വിഷം കുടിപ്പിച്ചുവെങ്കിലും ആ പെറ്റമ്മ അർഹിക്കുന്ന സദ്ഗതി അവർക്ക് പ്രാപിച്ചു. വളരെ ആശ്ചര്യം തന്നെ. അദ്ദേഹത്തിൽ നിന്ന് അന്യനായിട്ടുള്ള ഇതുപോലെ ഇത്രയും ദയാലുവായിട്ടുള്ള ആരെയാണ് നാം ശരണം പ്രാപിക്കുക? കൊള്ളരുതാത്ത ഈ പൂതന പോലും കൊല്ലാൻ ആഗ്രഹിച്ചാണെങ്കിലും സ്ഥലങ്ങളിൽ തേച്ച കാളകൂട വിഷം യാതൊരാൾക്ക് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ സ്വന്തം മാതാവിന് യോജിച്ച ആ പരമഗതി അടയുകയും ചെയ്തു. ആ കൃപാമൂർത്തിയെ വിട്ട് മറ്റാരെ ഞങ്ങൾ ശരണം പ്രാപിക്കും? ഭഗവാന്റെ കാരുണ്യം അത്യത്ഭുതം തന്നെ. കൊല്ലാൻ ശ്രമിച്ച് മുലക്കണ്ണിൽ പുരട്ടിയ വിഷത്തെ കുടിപ്പിച്ച് ആ പൂതനയ്ക്ക് പരഗതി നൽകിയില്ലയോ? മുല കൊടുത്ത് വളർത്തിയ യശോദയ്ക്കുള്ള സ്ഥാനം പൂതനയ്ക്കും കൊടുത്ത ആ കരുണാമൂർത്തി നമ്മളെ വെടിഞ്ഞുപോയല്ലോ. അന്യനായ ഏതൊരു ദയാലുവിനെ നമ്മൾ ഇനിമേൽ ശരണം പ്രാപിക്കും? അടുത്ത ശ്ലോകം. മന്യേ സുരാൻ ഭാഗവതാം സ്ത്രധീശേ സംരംഭമാർഗാഭിനിവിഷ്ടചിത്താൻ യേ സംയുഗേ ചക്ഷതതാക്ഷ്യപുത്രമംസേ സുനാഭായുധമാപതന്തം
മന്യേ സുരാൻ ഭാഗവതാംസ്ത്രധീശേ സംരംഭമാർഗാഭിനിവിഷ്ടചിത്താൻ യേ സംയുഗേ ജക്ഷതതാക്ഷ്യപുത്രമംസേ സുനാഭായുധമാപതന്തം. ആ യുദ്ധത്തിൽ ആ ഗരുഡൻ്റെ തോളിൽ ആ ഭഗവാനോടുകൂടി പറന്നു വന്നിട്ട് ആ ത്രൈലോക്യനാഥനിൽ ആ കോപാവേശത്തോടു കൂടിയിട്ടുള്ള ആ താക്ഷ്യപത്രം കോപാവേശത്തോടു കൂടി സംയുഗേ ചക്ഷതാക്ഷ്യപുത്രം അംസേ സുനാഭായുധം ആപതന്തം ആ അസുരന്മാരെ ഭഗവത് ഭക്തന്മാരായിട്ട് അദ്ദേഹം മാനിക്കുന്നു. അപ്പോൾ യാതൊരുത്തർ ആ യുദ്ധത്തിൽ അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഗരുഡൻ്റെ തോളിൽ ചക്രായുധനായിട്ട് വന്നിട്ട് ആ ഭഗവാനോട് കൂടി പറന്നു വന്നിട്ട് ആ അസുരന്മാർ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഗരുഡൻ്റെ പുറത്തിങ്ങനെ എപ്പോഴും വന്നുള്ള ആ ത്രൈലോക്യനാഥനെ ഇവർ സംരംഭ മാർഗാഭിനിവിഷ്ടചിത്താൻ കോപാവേശത്തോടു കൂടിയവരായിട്ടുള്ള ഈ അസുരന്മാർ, അങ്ങനെയുള്ള അസുരന്മാരെ ഭഗവത് ഭക്തന്മാരായിട്ടാണ് അദ്ദേഹം കരുതിയിരുന്നത്. എപ്പോഴും തന്നെ കോപം കൊണ്ടാണെങ്കിലും എപ്പോഴും തന്നെ നനച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആ അസുരന്മാരെ ഗരുഡൻ്റെ പുറത്ത് വന്നിട്ടാണ് അദ്ദേഹം ആ ചക്രായുധം കൊണ്ട് സംഹരിച്ചിരുന്നത്. അപ്പോൾ യാതൊരുത്തർ സംയുഗേ യുദ്ധത്തിൽ താക്ഷ്യപത്രം ഗരുഡനെ അംസേ സുനാഭായുധം തോളിൽ ചക്രായുധനായ ഭഗവാനോടുകൂടി ആപതന്തം പറന്നു വന്ന് നിന്നതായിട്ട് അജക്ഷത കണ്ടിരുന്നുവോ. ആ ത്രധീശേ ത്രൈലോക്യനാഥനിൽ സംരംഭമാർഗാഭിനിവിഷ്ടചിത്താൻ കോപാവേശത്തോടു കൂടിയവരായിട്ടുള്ള അസുരന്മാരെ ഭാഗവതാൻ ഭഗവത് ഭക്തരായിട്ട് തന്നെ മന്യേ നാം കരുതുന്നു. എന്നും കൂടി പറയാം. യാതൊരുത്തർ സംയുഗേ ആ യുദ്ധത്തിൽ താക്ഷ്യപത്രം ഗരുഡനെ അംസേ സുനാഭായുധം തോളിൽ ചക്രായുധനായ ഭഗവാനോടുകൂടി ആപതന്തം പറന്നു വന്നു നിന്നതായിട്ട് അജക്ഷത കണ്ടിരുന്നുവോ. ആ ത്രൈലോക്യനാഥനിൽ ത്രധീശേ എന്ന് പറഞ്ഞ ത്രൈലോക്യനാഥനിൽ സംരംഭമാർഗാഭിനിവിഷ്ടചിത്താൻ കോപാവേശത്തോടു കൂടിയവരായിട്ടുള്ള അസുരന്മാരെ ഭാഗവതാൻ ഭഗവത് ഭക്തരായിട്ട് മന്യേ കരുതുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം സംയുഗേ താക്ഷ്യപുത്രം അംസേ സുനാഭായുധം ആപതന്തം അജക്ഷത ത്രധീശേ സംരംഭമാർഗാഭിനിവിഷ്ടചിത്താൻ അസുരാൻ ഭാഗവതാൻ മന്യേ. എന്നുകൂടി പറയാം. സംയുഗേ താക്ഷ്യപത്രം അംസേ സുനാഭായുധം ആപതന്തം അജക്ഷത ത്രധീശേ സംരംഭമാർഗാഭിനിവിഷ്ടചിത്താൻ അസുരാൻ ഭാഗവതാൻ മന്യേ. അപ്പോൾ യാതൊരുത്തർ ആ യുദ്ധത്തിൽ ഗരുഡനെ തോളിൽ ചക്രായുധനായ ആ ഭഗവാനോടുകൂടി പറന്നു വന്ന് നിന്നതായിട്ട് കണ്ടിരുന്നുവോ. ആ ത്രൈലോക്യനാഥനിൽ കോപാവേശത്തോടു കൂടിയവരായിട്ടുള്ള അസുരന്മാരെ ഭഗവത് ഭക്തന്മാരായിട്ട് തന്നെ നാം കരുതുന്നു. അവരൊക്കെ ഭക്തന്മാരായിട്ടാണ് ആ ഉദ്ധവർക്കും കാണാൻ സാധിച്ചതെന്നർത്ഥം. യാതൊരുത്തർ യുദ്ധത്തിൽ ആ ഗരുഡനെ തോളിൽ ചക്രായുധനായ ഭഗവാനോടുകൂടി പറന്നു വന്ന് നിന്നതായിട്ട് കണ്ടിരുന്നുവോ. ആ ത്രൈലോക്യനാഥനിൽ കോപാവേശത്തോടു കൂടിയവരായ ആ അസുരന്മാരെ ആ ഭഗവത് ഭക്തന്മാരായിട്ട് തന്നെ ആണ് താൻ കരുതുന്നത് എന്നുള്ളതാണ് ആ ഉദ്ധവർ പറയുന്നത്. പരമഗതി ദാനം ചെയ്ത ദുഷ്ടയായ പൂതന തന്നെ നിഗ്രഹിപ്പാനായി കാളകൂട വിഷലിപ്തമായ സ്തന്യം പാനം ചെയ്യിച്ചു. അല്ലയോ ദേവ, അറിഞ്ഞാലും എന്നരളിച്ചതുകൊണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അവിടുത്തെ ആ ദാസഭാവം അവിടുത്തെ ദാസന്മാരായ നമ്മെ വ്യസനിപ്പിക്കുന്നു. ദുഷ്ടയായ പൂതന തന്നെ നിഗ്രഹിപ്പാൻ ആയി കാളകൂട വിഷലിപ്തമായ സ്തന്യം പാനം ചെയ്യിപ്പിച്ചു. അവൾക്ക് ഒരു പെറ്റമ്മയ്ക്ക് കൊടുക്കേണ്ട പ്രതിഫലം എന്നോണം പരമഗതി
ദാനം ചെയ്തു. അവിടുത്തെ പോലെ നമുക്ക് ആശ്രയിപ്പാൻ ദയാലുവായിട്ടുള്ള വേറെ ആരുണ്ട്? അത് കഴിഞ്ഞിട്ട് പറയുന്നത്, ത്രൈലോക്യനാഥനായിരിക്കുന്ന ഭഗവാങ്കൽ ക്രോധാവേശത്തോടെ പ്രവർത്തിച്ച ആസുരന്മാരെ പരമഭാഗവതന്മാരായി തന്നെ വേണം കരുതാൻ. കാരണം ദേവാസുര യുദ്ധത്തിൽ അവർക്ക് ആ ഗരുഡവാഹനനായി ചക്രായുധവും ഏന്തിയിട്ട് തങ്ങൾക്ക് അഭിമുഖമായി വരുന്ന ആ ഭഗവാനെ ദർശിക്കാൻ ഭാഗ്യമുണ്ടായി. താക്ഷൻ എന്നാൽ ആ കശ്യപൻ എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൽ ആ ക്രോധാവേശത്താൽ ഏകാഗ്രചിത്തരായിട്ടുള്ള ആ അസുരന്മാരെയും ഞാൻ ഭാഗവത ഭക്തന്മാരെ ആയി തന്നെ ഗണിക്കുന്നു. എന്തെന്നാൽ അവർ ആ യുദ്ധക്കളത്തിൽ വെച്ച് തങ്ങളുടെ നേർക്ക് വരുന്നവനും ചുമലിൽ ചക്രായുധം ധരിച്ചിരിക്കുന്നതുമായിരിക്കുന്ന അങ്ങയെ വഹിക്കുന്നവനുമായിട്ടുള്ള ആ ഗരുഡനെയും അങ്ങയെയും ദർശിച്ചു. ആ സൃഷ്ടിസ്ഥിതി സംഹാരാദി കൃത്യങ്ങളെ നടത്തി ത്രിലോകത്തെയും നിലനിർത്തി വരുന്ന ഭഗവാനിൽ ദ്വേഷം ജനിക്കുക നിമിത്തം എപ്പോഴും ശത്രുവാണെന്ന ഭാവത്താൽ സംഹരിക്കുവാനുള്ള ആ മാർഗചിന്തനം നിമിത്തം ഭഗവാനിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചിരുന്ന ആസുരന്മാരെയും ഞാൻ ഭഗവത് ഭക്തന്മാരായിട്ട് കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ അവരും യുദ്ധത്തിൽ ആ ചക്രായുധം ധരിച്ചിട്ട് ആ ഗരുഡൻ്റെ പുറത്തിരുന്ന് നേരിട്ട് പാഞ്ഞു വരുന്ന ആ ഭഗവാനെ കണ്ടിരിക്കുന്നുവല്ലോ. പ്രേമഭക്തിയാൽ ഭഗവാന്റെ ശാന്തരൂപത്തെ ഭക്തന്മാർ കാണുന്നു, ദ്വേഷഭക്തിയാൽ അസുരന്മാർ ആ ഘോരരൂപത്തെയും കാണുന്നു. ഇത്രയേ ഉള്ളൂ അതിൽ വ്യത്യാസം. രണ്ടുപേരും കാണുന്നത് ഒരേ ഒരു ഭഗവാന്റെ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ. മന്യേ അസുരാൻ ഭാഗവതാംസ്ത്രധീശോ സംരംഭമാർഗാഭി നിവിഷ്ടചിത്താൻ യേ സംയുഗേ രക്ഷത താക്ഷ്യപുത്ര അംസേ താക്ഷ്യപുത്രമംസേ സുനാഭായുധം ആപതന്തം. വൈകുണ്ഠവാസിയായ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് ഉദ്ധവന് ബോധ്യപ്പെട്ടതിനാലാണ് ആ ശ്രീകൃഷ്ണ ലീലകളുടെ ഭാഗമായിട്ട് ആ സ്വർഗലോകത്ത് നടന്ന ദേവാസുരയുദ്ധം അവിടെ സ്മരിക്കപ്പെടുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. വാസുദേവസ്യ ദേവക്യാ ജാതോ ഭോജേന്ദ്രബന്ധനേ ചികീർഷു ഭഗവാനസ്യാഹ ശമജേനാഭിയാചിതഃ. വസുദേവസ്യ ദേവക്യാം ജാതോ, വസുദേവരുടെയും ദേവകീ ദേവിയുടെയും പുത്രനായിട്ട് ജാതോ ജനിച്ചു. ഭോജേന്ദ്രബന്ധനെ, അങ്ങനെ ആ എന്തിനു വേണ്ടിയിട്ട്? ആ കംസന്റെ ആ ബന്ധനത്തിനായിട്ട്. ചികീർഷുർ ഭഗവാൻ, ആ ഭഗവാൻ അവതരിച്ചു. അസ്യാഹ ശമജേനാഭിയാചിതഃ, ആ ബ്രഹ്മാവിനാൽ ആ അപേക്ഷിക്കപ്പെട്ടിട്ട് ഈ ഭൂമിയുടെ ക്ഷേമത്തെ ചെയ്യാൻ ഇച്ഛിച്ചിട്ട് ആ വസുദേവർക്കും ദേവകിയിൽ ആ കംസന്റെ കാരാഗൃഹത്തിൽ അദ്ദേഹം ജാതനായി എന്നുള്ളതാണ് പറയുന്നത്. വസുദേവസ്യ ദേവക്യാം ജാതോ ഭോജേന്ദ്രബന്ധനേ ചികീർഷുർ ഭഗവാനസ്യാഹ ശമജേനാഭിയാചിതഃ. ഭഗവാൻ ആകട്ടെ അജേന, ആ ബ്രഹ്മാവിനാൽ, അഭിയാചിതഃ അപേക്ഷിക്കപ്പെട്ടിട്ട്, അസ്യാഹ ശം ആ ഭൂമിയുടെ ആ ക്ഷേമത്തെ, ചികീർഷുഹു ചെയ്യാൻ ഇച്ഛിച്ചിട്ട്, വസുദേവർക്ക്, ദേവക്യാം ദേവകിയിൽ, ഭോജേന്ദ്രബന്ധനെ കംസന്റെ കാരാഗൃഹത്തിൽ, ജാതനായി. ഒന്നുകൂടി പറയാം. ആ ഭഗവാനാകട്ടെ അജേന ആ ബ്രഹ്മാവിനാൽ, അഭിയാചിതഃ അപേക്ഷിക്കപ്പെട്ട്, അസ്യാഹ ശം ഈ ഭൂമിക്ക് ക്ഷേമത്തെ, ചികീർഷുഹു ചെയ്യാൻ ഇച്ഛിച്ചിട്ട്, വസുദേവർക്ക്, ദേവക്യാം ദേവകിയിൽ, ഭോജേന്ദ്രബന്ധനെ ആ കംസന്റെ കാരാഗൃഹത്തിൽ, ജാതനായി. അതായത് അതിലത്തെ അന്വയം ഭഗവാൻ അജേന അഭിയാചിതഃ അസ്യാഹ ശം ചികീർഷുഹു വസുദേവസ്യ ദേവക്യാം ഭോജേന്ദ്രബന്ധനെ ജാതഃ ശം അജേന. ഒന്നുകൂടി പറയാം. ഭഗവാൻ അജേന അഭിയാചിതാഃ അസ്യാഹ ശം ചികീർഷുഹു വസുദേവസ്യ ദേവക്യാം ഭോജേന്ദ്രബന്ധനെ ജാതഃ. ഭഗവാൻ ആ ബ്രഹ്മാവിനാൽ അപേക്ഷിക്കപ്പെട്ടിട്ട് ഈ ഭൂമിക്ക് ക്ഷേമത്തെ ചെയ്യാൻ ഇച്ഛിച്ചിട്ട് വസുദേവർക്ക് ദേവകിയിൽ കംസന്റെ കാരാഗൃഹത്തിൽ ഭൂജാതനായി അവതരിച്ചു. ഭഗവാൻ ആ ബ്രഹ്മാവിനാൽ അപേക്ഷിക്കപ്പെട്ട് ഈ ഭൂമിക്ക് ക്ഷേമത്തെ ചെയ്യാൻ ഇച്ഛിച്ചിട്ട് വസുദേവർക്ക് ദേവകിയിൽ ആ കംസന്റെ കാരാഗൃഹത്തിൽ ജാതനായി.
ഭൂമിക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുവാനുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഓരോ ലീലാവിലാസങ്ങളെ വർണ്ണിച്ച ശേഷം ഉദ്ധവൻ ആ ശ്രീകൃഷ്ണചരിതം അവതാരം മുതൽ സ്വർഗാരോഹണം വരെ ഒന്നുകൂടി സംക്ഷേപിച്ച് ആഖ്യാനം ചെയ്ത് ആ ദ്വാരകാ വൃത്താന്തത്തിലേക്ക് പ്രവേശിക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ. അപ്പം ഭൂമിക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുവാനുള്ള ലക്ഷ്യത്തോടെ ഭഗവാൻ ബ്രഹ്മാവിനാൽ അർത്ഥിക്കപ്പെട്ട് ആ വസുദേവപുത്രനായിട്ട് ആ ദേവകിയിൽ ജാതനായി. ജന്മഗൃഹം കംസന്റെ കാരാഗൃഹമായിരുന്നു. കംസനെ ഭയന്ന വസുദേവനാൽ അത് അടുത്ത ശ്ലോകത്തിൽ. അപ്പോൾ ഭഗവാൻ ഭൂമിക്ക് മംഗളം ചെയ്യാൻ ആഗ്രഹിച്ചും ബ്രഹ്മാവിനാൽ പ്രാർത്ഥിച്ചതും ആയി ആ കംസന്റെ കാരാഗൃഹത്തില് വസുദേവ പത്നിയായിട്ടുള്ള ദേവകിയിൽ അവതരിച്ചു. ബ്രഹ്മാവിന്റെ പ്രാർത്ഥന നിമിത്തം ഭൂമിയിലുള്ള അധർമ്മിഷ്ഠരായിട്ടുള്ള ജനങ്ങളെ സംഹരിച്ച് ക്ഷേമം ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് വസുദേവന് ദേവകിയിൽ പുത്രനായിട്ട് കംസന്റെ കാരാഗൃഹത്തിൽ ഭഗവാൻ അവതരിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അടുത്ത ശ്ലോകം നോക്കാം. തതോ അതിനുശേഷം നന്ദവ്രജമിത ഇതഃ പിത്ര കംസാധിബിഭ്യത ഏകാദശ സമാസ്തത്ര ഗൂഢാർച്ചി സബലോ വസത്. തതോ നന്ദവ്രജമിതഃ പിത്ര കംസോദ്ധിബിഭ്യത ഏകാദശ സമാസ്തത്ര ഗൂഢാർച്ചി സബലോ വസത്. അപ്പൊ കംസന്റെ ആ ഭയത്താൽ, കംസാത് ബിഭ്യത, കംസഭയത്താൽ പിന്നെ ആ അച്ഛനാൽ ആ നന്ദഗോകുലത്തിലേക്ക് തന്നെ കൊണ്ടുപോയി നയിക്കപ്പെട്ടു. അവിടെ ആകട്ടെ ആ ബലരാമനോട് കൂടിയിട്ട് 11 സംവത്സരം 11 വർഷക്കാലം രഹസ്യമായ തേജസ്സോടെ വസിച്ചു. ഏകാദശ സമാസ്തത്ര 11 വർഷക്കാലം ഗൂഢാർച്ചി രഹസ്യമായിട്ടുള്ള തേജസ്സോടെ സബലോ ബലദേവനുമായിട്ട് അവിടെ വസിച്ചു എന്നുള്ള പറയുന്നത്. അപ്പൊ കംസാത് ബിഭ്യത കംസഭയത്താൽ, തതഃ പിന്നീട്, പിത്രോഹി അച്ഛനാൽ, നന്ദവ്രജം നന്ദഗോകുലത്തിലേക്ക്, ഇതഃ നയിക്കപ്പെട്ട്, തത്ര ഹി അവിടെയാകട്ടെ, സബലഹ ബലരാമനോടുകൂടി, ഏകാദശ 11 സംവത്സരം, ഗൂഢാർച്ചി രഹസ്യമായ തേജസ്സോടെ അവസത് വസിച്ചു. ഒന്നും കൂടി പറയാം. കംസാൽ ബിഭ്യത കംസഭയത്താൽ പിന്നെ, പിത്രാഹി അച്ഛനാൽ, നന്ദവ്രജം നന്ദഗോകുലത്തിലേക്ക്, ഇതഃ നയിക്കപ്പെട്ട്, തത്രഹി അവിടെയാകട്ടെ, സബലഹ ബലനോടുകൂടി ബലരാമനോട് കൂടിയിട്ട്, ഏകാദശ 11 സമാഹ സംവത്സരം, ഗൂഢാർച്ചി രഹസ്യമായ തേജസ്സോടെ അവസൽ വസിച്ചു. പതിത്തെ അന്വയം. കംസാൽ ബിഭ്യത തതഃ പിത്രാഹി നന്ദവ്രജം ഇതഃ തത്രഹി സബലഹ ഏകാദശ സമാഹ ഗൂഢാർച്ചി അവസത്. ഒന്നുകൂടി പറയാം. കംസാത് ബിഭ്യത തതഃ പിത്രാഹി നന്ദവ്രജം ഇതഃ തത്രഹി സബലഹ ഏകാദശ സമാഹ ഗൂഢാർച്ചി അവസത്. കംസഭയത്താൽ ആ പിന്നെ അച്ഛനാൽ ആ നന്ദഗോകുലത്തിലേക്ക് നയിക്കപ്പെട്ട് അവിടെ ആകട്ടെ ബലരാമനോട് കൂടിയിട്ട് 11 സംവത്സരക്കാലം രഹസ്യമായ തേജസ്സോടെ വസിച്ചു. കംസഭയത്താൽ പിന്നെ ആ അച്ഛൻ വഴി നന്ദഗോകുലത്തിലേക്ക് നയിക്കപ്പെട്ട് അവിടെ ആകട്ടെ ബലരാമനോട് കൂടിയിട്ട് 11 വർഷക്കാലം സംവത്സരക്കാലം രഹസ്യമായ തേജസ്സോടെ അവിടെ വസിച്ചു. ആ ജന്മഗൃഹം കംസന്റെ കാരാഗൃഹമായിരുന്നു. കംസനെ ഭയന്ന വസുദേവനാൽ ഭഗവാൻ നന്ദവ്രജത്തിലേക്ക് ആനയിക്കപ്പെട്ടു. തൻ്റെ പ്രഭാവം രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഭഗവാൻ ബലരാമസമേതനായിട്ട് 11 സംവത്സരം അവിടെ വസിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ കംസനെ ഭയപ്പെടുന്ന പിതാവ് നിമിത്തം അങ്ങ് ഗോകുലം പ്രാപിച്ച് അവിടെ 11 സംവത്സരക്കാലം തൻ്റെ ദിവ്യപ്രഭാവം മറച്ച് ജ്യേഷ്ഠനോട് കൂടിയിട്ട് താമസിച്ചു. പ്രഭുവായ കൃഷ്ണൻ ബ്രഹ്മാവിൻ്റെ
പിതാവായിരിക്കുന്ന വസുദേവൻ നന്ദഗോകുലത്തിൽ കൊണ്ടുപോയാക്കി. കംസനിൽ നിന്ന് ഭയപ്പെട്ടിരിക്കുന്ന പിതാവായിട്ടുള്ള വസുദേവൻ ആ കൃഷ്ണനെ നന്ദഗോകുലത്തിൽ കൊണ്ടുപോയാക്കി. അരണിക്കുള്ളിൽ അഗ്നി എന്ന പോലെ അവിടെ സ്വപ്രഭാവത്തെ പ്രകാശിപ്പിക്കാതെ 11 സംവത്സരക്കാലം ബലരാമനോട് കൂടെ വസിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിൽ. അടുത്തത് പരീതോ വത്സപൈർവത്സാംശ്ചാരയൻ വ്യാഹരദ് വിഭു യമുനോപവനേ കൂജത് ദ്വിജസങ്കുലിതാം കൃപേ. പരീതോ വത്സപൈർവത്സാംശ്ചാരയൻ വ്യാഹരദ് വിഭു യമുനോപവനേ കൂജത് ദ്വിജസങ്കുലിതാം കൃപേ. ആ കൂജനം ചെയ്യുന്ന ആ പറവകൾ നിറഞ്ഞ ആ യമുനാ തീരത്തെ വൃക്ഷങ്ങൾ, അനവധി വൃക്ഷങ്ങളോട് കൂടിയിട്ടുള്ള യമുനയുടെ ഉപവനത്തിൽ ഭഗവാൻ ഗോപബാലന്മാരോടും കൂടെ ആ പൈക്കുട്ടികളെ അങ്ങനെ മേയിച്ചുകൊണ്ട് അങ്ങനെ വ്യാഹരത് കളിച്ചു നടന്നു എന്നാ പറയുന്നത്. പരീതോ വത്സപൈർവത്സാംശ്ചാരയൻ വ്യാഹരദ് വിഭു യമുനോപവനേ കൂജദ്വിജ സങ്കുലിതാം കൃപേ. ആ കൂജനം ചെയ്യുന്ന പറവകൾ നിറഞ്ഞ ആ വൃക്ഷങ്ങളുള്ള യമുനാതീരത്ത വനത്തിൽ ആ ഭഗവാൻ ആ വത്സങ്ങളോട് കൂടിയിട്ട് ഗോപബാലന്മാരോടും ഒക്കെ കൂടി ആ പശുക്കളെ മേയിച്ചുകൊണ്ട് അവിടെ കളിച്ചു നടന്നു. അപ്പം കൂജദ്വിജ സങ്കുലിതാംഘ്രിപേ, കൂജനം ചെയ്യുന്ന പറവകൾ നിറഞ്ഞ കൂജദ്വിജ സങ്കുലിതാംഘ്രിപേ, കൂജനം ചെയ്യുന്ന ആ പറവകൾ നിറഞ്ഞ വൃക്ഷങ്ങളുള്ള യമുനോപവനേ, യമുനാതീരത്തെ വനത്തിൽ വിഭുഹു ഭഗവാൻ വത്സപൈഹി ഗോപബാലന്മാരോടുകൂടി പരീതഹ കൂടെ വത്സാൻ പൈക്കുട്ടികളെ ചാരയൻ മേയിച്ചുകൊണ്ട് വ്യാഹരത് കളിച്ചു നടന്നു. കൂജദ്വിജ സങ്കുലിതാം കൃപേ, കൂജനം ചെയ്യുന്ന പറവകൾ നിറഞ്ഞ വൃക്ഷങ്ങളുള്ള യമുനോപവനേ യമുനാതീരത്തെ വനത്തിൽ വിഭുഹു ഭഗവാൻ വത്സപൈഹി ഗോപബാലന്മാരോടുകൂടി പരീതഹ വത്സാൻ ഗോപബാലന്മാരോടുകൂടെ വത്സാൻ ആ പൈക്കുട്ടികളെ ചാരയൻ മേയിച്ചുകൊണ്ട് വ്യാഹരത് കളിച്ചു നടന്നു. അതിലത്തെ അന്വയം കൂജദ്വിജ സങ്കുലിതാംഘ്രിപേ യമുനോപവനേ വിഭുഹു വത്സപൈഹി പരീതാഹ വത്സാൻ ചാരയൻ വ്യാഹരത്. കൂജദ്വിജ സങ്കുലിതാംഘ്രിപേ യമുനോപവനേ വിഭുഹു വത്സപൈഹി പരീതഹ വത്സാൻ ചാരയൻ വ്യാഹരത്. എന്നുകൂടി പറയാം. ആ കളകൂജനം ചെയ്യുന്ന പറവകൾ നിറഞ്ഞ ആ വൃക്ഷങ്ങളുള്ള യമുനാതീരത്ത വനത്തിൽ ആ ഭഗവാൻ ഗോപബാലന്മാരോടുകൂടെ ആ പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ട് അങ്ങനെ കളിച്ചു നടന്നു. മനോഹരമായിട്ട് കൂജനം ചെയ്യുന്ന പക്ഷികളോട് കൂടിയ ആ വൃക്ഷങ്ങൾ തിങ്ങിയ യമുനാ തീര വനങ്ങളിൽ ആ വിഭു ഗോപന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ടും പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ടും വിഹരിച്ചു. ആ പ്രഭുവായിട്ടുള്ള കൃഷ്ണൻ ആ പശുക്കുട്ടികളെ പരിപാലിക്കുന്ന ആ വേലയിൽ ഏർപ്പെട്ട് മറ്റു ഗോപന്മാരും ഒന്നിച്ചു ചേർന്ന് മനോഹരമായി ശബ്ദിക്കുന്ന ആ പക്ഷിവൃന്ദം നിവസിക്കുന്ന മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആ യമുനാ നദീ സമീപ വനങ്ങളിൽ കളിച്ചുകൊണ്ട് നടന്നിരുന്നു. അപ്പം അടുത്ത ശ്ലോകം നോക്കാം. കൗമാരീം ദർശയം ശ്രേഷ്ഠാം പ്രേക്ഷണീയാം വ്രജൗകസാം രുതന്നിവഹസൻ മുഗ്ധ ബാലസിംഹാവലോകനഃ. കൗമാരീം ദർശയം ശ്രേഷ്ഠാം പ്രേക്ഷണീയാം വ്രജൗകസാം രുതന്നിവഹസൻ മുഗ്ധ ബാലസിംഹാവലോകനഃ. അങ്ങനെ അദ്ദേഹം അങ്ങനെ കളിച്ച് നടക്കുമ്പോൾ ചിരിച്ച് ഹസൻ നിലവിളിച്ചും രുദൻ ചിരിച്ചും നിലവിളിച്ച് മുഗ്ധ ബാലസിംഹാവലോകനം, ആ സിംഹക്കുട്ടിയുടെ പോലെയുള്ള നോട്ടത്തോടു കൂടിയിട്ട് ആ ഗോകുലവാസികൾക്ക് കാണാൻ കൗതുകം തോന്നിക്കുന്ന ആ ബാല്യകാലോചിതമായ ലീലയെ കാട്ടിക്കൊണ്ട് കളിച്ചു നടന്നു എന്നാണ് പറഞ്ഞത്. കൗമാരീം ദർശയം ശ്രേഷ്ഠാം പ്രേക്ഷണീയാം വ്രജൗകസാം രുദന്നിവഹസൻ മുഗ്ധ ബാല സിംഹാവലോകനഃ. ചിരിച്ചും ആ നിലവിളിച്ചും, ഇടയ്ക്ക് ചിരിക്കും നിലവിളിക്കണ കേൾക്കാം. അങ്ങനെ എങ്ങനെ സിംഹക്കുട്ടിയുടേതുപോലുള്ള നോട്ടത്തോടു കൂടിയിട്ട്
ആ ഗോകുലവാസികൾക്ക് കാണാൻ കൗതുകം തോന്നിക്കുന്ന ആ കൗമാരിയും ബാല്യകാലോചിതമായിരിക്കുന്ന ആ ലീലയെ ദർശയൻ ആ കാട്ടിക്കൊണ്ട് അവിടെ കളിച്ചു നടന്നു എന്നാണ് പറഞ്ഞു. ഹസൻ എന്ന് പറഞ്ഞാൽ ചിരിച്ചു, രുദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളിച്ച്. മുഗ്ധബാല സിംഹാവലോകന ഇവ സിംഹക്കുട്ടിയുടെ പോലെയുള്ള നോട്ടത്തോടു കൂടിയിട്ട് വ്രജൗകസാം ആ ഗോകുലവാസികൾക്ക് പ്രേക്ഷണീയാം കാണാൻ കൗതുകം തോന്നിക്കുന്ന കൗമാരിയും ബാല്യകാലോചിതമായിട്ടുള്ള ചേഷ്ടാം ലീലയെ ദർശയൻ വ്യാഹരത് കാട്ടിക്കൊണ്ട് കളിച്ചു നടന്നു. എന്നും കൂടി പറയാം. ഹസൻ ചിരിച്ചും, രുദൻ നിലവിളിച്ചും, മുഗ്ധബാല സിംഹാവലോകന ഇവ സിംഹക്കുട്ടിയുടെ പോലെയുള്ള നോട്ടത്തോടുകൂടി വ്രജൗകസാം ആ ഗോകുലവാസികൾക്ക് പ്രേക്ഷണീയം കാണാൻ കൗതുകം തോന്നിക്കുന്ന കൗമാരിയും ബാല്യകാലോചിതമായിരിക്കുന്ന ചേഷ്ടാം ലീലയെ ദർശയൻ വ്യാഹരത് കാട്ടിക്കൊണ്ട് കളിച്ചു നടന്നു. പതിത്തെ അന്വയം ഹസൻ രുദൻ മുഗ്ധബാല സിംഹാവലോകന വ്രജൗകസാം പ്രേക്ഷണീയാം കൗമാരീം ചേഷ്ടാം ദർശയൻ വ്യാഹരത്. എന്നുകൂടി പറയാം. ഹസൻ രുദൻ മുഗ്ധബാല സിംഹാവലോകന ഇവ വ്രജൗകസാം പ്രേക്ഷണീയാം കൗമാരീം ചേഷ്ടാം ദർശയൻ വ്യാഹരത്. ചിരിച്ച് നിലവിളിച്ച് ആ സിംഹക്കുട്ടികളുടേതുപോലുള്ള നോട്ടത്തോടു കൂടിയിട്ട് ആ ഗോകുലവാസികൾക്ക് കാണാൻ കൗതുകം തോന്നിക്കുന്ന ആ ബാല്യകാലോചിതമായ ലീലയെ കാട്ടിക്കൊണ്ട് കളിച്ചു നടന്നു. ചിരിച്ചും നിലവിളിച്ചും ആ സിംഹക്കുട്ടിയുടേതുപോലെയുള്ള നോട്ടത്തോടു കൂടിയും ആ ഗോകുലവാസികൾക്ക് കാണാൻ കൗതുകം തോന്നിക്കുന്ന ബാല്യകാലോചിതമായിരിക്കുന്ന ലീലയെ ആ കാട്ടിക്കൊണ്ട് അദ്ദേഹം അവിടെ അങ്ങനെ കളിച്ച് നടന്നു. അപ്പോൾ അക്കാലത്ത് മനോഹരമായിട്ട് കൂജനം ചെയ്യുന്ന പക്ഷിവൃന്ദങ്ങൾ വസിക്കുന്ന വൃക്ഷങ്ങളാൽ അലങ്കൃതമായ തീരത്തോടു കൂടിയ യമുനാ നദിയുടെ പരിസരത്ത് ഭഗവാൻ ഗോപന്മാരോടൊത്ത് പൈക്കുട്ടികളെ മേയിച്ച് ആ ബാലനായിരിക്കെ നടന്നു, മേയിച്ച് നടന്നു. ബാലനായിരിക്കെ ഭഗവാന്റെ നോട്ടം ഒരു സിംഹക്കുട്ടിയുടേതുപോലെ അത്ര മനോഹരമായിരുന്നു. ഗോകുലവാസികൾ അതിൽ ലയിച്ചു. ഭഗവാൻ ഒരു വിനോദത്തിന് വേണ്ടി ഇടയ്ക്ക് നിലവിളിക്കും, ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കും. അല്പം കൂടി അങ്ങനെ ചിരിച്ചും കളിച്ചും നിലവിളിച്ചും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ യമുന തടങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ആ കളി മറ്റുള്ളവരെ ആകർഷിച്ചും. സിംഹക്കുട്ടിക്കൊത്ത മനോഹര നോട്ടമുള്ള അങ്ങ് ഗോകുലവാസികൾക്കെല്ലാം അത്യാനന്ദം കൊടുക്കുന്ന ലീലകൾ ചെയ്തും ഇടയിടയിൽ നിലവിളിക്കുന്നവനെ പോലെയും ചിരിക്കുന്നവനെ പോലെയും സർവരെയും മോഹിപ്പിച്ചുകൊണ്ട് അവിടെ വിഹരിച്ചു. ബാലലീലയിൽ ഏർപ്പെടുന്ന ചില അവസരങ്ങളിൽ ചൊടിയുള്ള ആ സിംഹക്കുട്ടിയെ പോലെ ധീരമായി നോക്കുക, ചിലപ്പോൾ കരയുക, ചിലപ്പോൾ ചിരിക്കുക എന്നീ ബാലചേഷ്ടകളെ കാണാൻ തക്ക വിശേഷതകളോടുകൂടി ആ വ്രജവാസികൾക്ക് അത് കാട്ടിക്കൊടുത്ത് അവരെ വ്യാമോഹിപ്പിച്ച് അവിടെ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് കൗമാരീം ദർശയം ചേഷ്ടാം പ്രേക്ഷണീയാം വ്രജൗകസാം രുദന്യവ ഹസൻ മുഗ്ധ ബാലസിംഹാവലോകന സ ഏവ ഗോധനം ലക്ഷ്മ്യാ നികേതം സിതഗോവൃഷം ചാരയന്നനുഗാൻ ഗോപാൻ രണദ്വേണു അരീരമത്. സ ഏവ ഗോധനം ലക്ഷ്മ്യാ നികേതം സിതഗോവൃഷം ചാരയന്നനുഗാൻ ഗോപാൻ രണദ്വേണു അരീരമത്. അങ്ങനെ ആ ശ്രീഭഗവതിയുടെ ആ വാസസ്ഥാനം ആയിരിക്കുന്ന അദ്ദേഹം, ആ ഭഗവാൻ, ആ വെളുത്ത ആ പൈക്കളും കാളകളും ആയിട്ടുള്ള ആ ഗോസമൂഹത്തെ മേച്ചുകൊണ്ട് ആ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് ആ കൂടെയുള്ള ഗോപന്മാരെ അങ്ങനെ അതുപോലെ അരീരമത് ആനന്ദിപ്പിച്ചു എന്നർത്ഥം. സ ഏവ ഗോധനം ലക്ഷ്മിയ, ആ ഭഗവാൻ, ആ ഗോധനം ആകുന്ന ലക്ഷ്മി ആ ശ്രീഭഗവതിയുടെ വാസസ്ഥാനാണ്. നികേതം സിതഗോവൃഷം, അദ്ദേഹം തന്നെ ആ വെളുത്ത പൈക്കളും കാളകളും ഒക്കെ ആയിട്ടുള്ള ആ ഗോസമൂഹത്തെ ചാരയൻ മേയിച്ചുകൊണ്ട്, ചാരയൻ അനുഗാൻ എല്ലാവരുമായിട്ട് ചേർന്ന് നടന്നു, ഗോപന്മാരുമായിട്ട് ചേർന്ന് നടന്ന് രണദ്വേണു അവിടെ കളിച്ചും ഓടക്കുഴൽ വിളിച്ചും അനുഗാൻ കൂടെയുള്ള ആ ഗോപന്മാരെ അരീരമത് ആനന്ദിപ്പിച്ചു എന്നർത്ഥം.
അപ്പോൾ ലക്ഷ്മ്യാഹ ആ ശ്രീഭഗവതിയുടെ നികേതം വാസസ്ഥാനമായിരിക്കുന്ന സഹ ഏവ അദ്ദേഹം തന്നെ സിതഗോവൃഷം വെളുത്ത പൈക്കളും കാളകളും ഉള്ളതായിട്ടുള്ള ഗോധനം ആ ഗോസമൂഹത്തെ ചാരയൻ മേച്ചും കൊണ്ട് രണദ്വേണുഹു ഓടക്കുഴൽ വിളിച്ചും കൊണ്ടും അനുഗാൻ കൂടെയുള്ള ഗോപന്മാരെ അരീരമത് ആനന്ദിപ്പിച്ചു. ഒന്നും കൂടി പറയാം. ആ ശ്രീഭഗവതിയുടെ ലക്ഷ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയാഹ ശ്രീഭഗവതിയുടെ നികേതം വാസസ്ഥാനമായിരിക്കുന്ന സ ഏവ ആ അദ്ദേഹം തന്നെ സിതഗോവൃഷം വെളുത്ത പൈക്കളും കാളകളും ഉള്ളതായിട്ടുള്ള ഗോധനം ആ ഗോസമൂഹത്തെ ചാരയൻ മേച്ചുകൊണ്ടും രണദ്വേണുഹു ഓടക്കുഴൽ വിളിച്ചുകൊണ്ടും അനുഗാൻ കൂടെയുള്ള ഗോപന്മാരെ അരീരമത് ആനന്ദിപ്പിച്ചുകൊണ്ടും അവിടെ നടന്നു അർത്ഥം. അപ്പം അതിലത്തെ അന്വയം ലക്ഷ്മ്യാഹ നികേതം സഹ ഏവ സിതഗോവൃഷം ഗോധനം ചാരയൻ രണദ്വേണു അനുഗാൻ ഗോപാൻ അരീരമത്. എന്നുകൂടി പറയാം. ലക്ഷ്മ്യാഹ നികേതം സ ഏവ സിതഗോവൃഷം ഗോധനം ചാരയൻ രണദ്വേണു അനുഗാൻ ഗോപാൻ അരീരമത്. ശ്രീഭഗവതിയുടെ വാസസ്ഥാനമായിരിക്കുന്ന അദ്ദേഹം തന്നെ ആ വെളുത്ത പൈക്കളും കാളകളുമുള്ളതായിരിക്കുന്ന ഗോസമൂഹത്തെ മേച്ചും കൊണ്ടും ഓടക്കുഴൽ വിളിച്ചുകൊണ്ടും കൂടെയുള്ള ആ ഗോപന്മാരെ ആനന്ദിപ്പിച്ചു. ശ്രീഭഗവതിയുടെ വാസസ്ഥാനമായിരിക്കുന്ന അദ്ദേഹം തന്നെ വെളുത്ത പൈക്കളും കാളകളും ഉള്ളതായിരിക്കുന്ന ഗോസമൂഹത്തെ മേച്ചുകൊണ്ടും ഓടക്കുഴൽ വിളിച്ചുകൊണ്ടും കൂടെയുള്ള ഗോപന്മാരെ ആനന്ദിപ്പിച്ചു. അല്പം കൂടി പ്രായം ആയപ്പോൾ ആ ലക്ഷ്മീദേവിക്ക് ആവാസകേന്ദ്രമായിരിക്കുന്ന ആ ഭഗവാൻ വെളുത്ത പശുക്കളും കാളകളുമുള്ള ഗോസമൂഹത്തെ നയിക്കും. വേണുഗാനവും ആലപിച്ച് ഗോപകുമാരന്മാരെ ആനന്ദത്തിൽ ആറാടിച്ചു. അപ്പോൾ ആ ലക്ഷ്മിക്ക് നികേതമായ വെളുത്ത പശുക്കളും കാളകളും ധാരാളമുള്ള പശുക്കൂട്ടത്തെ മേയിച്ചുകൊണ്ടും ഓടക്കുഴലെടുത്ത് ശബ്ദിച്ചുകൊണ്ടും അദ്ദേഹം ആ ഗോപഗോപികമാരെ ആനന്ദിപ്പിച്ചു. കുറെ കൂടെ പ്രായം ചെന്നപ്പോൾ ആ ഭഗവാൻ തന്നെ കുട്ടികളെ മേയ്ക്കുന്ന വേലയെ വിട്ട് ഐശ്വര്യത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനവും വെളുപ്പും ചുവപ്പും നിറം കലർന്നുള്ള ആ ഭംഗിയേറിയ പശുക്കളും കാളകളും ഉള്ളതായിരിക്കുന്ന ആ ഗോധനത്തെ പരിപാലിക്കുന്ന ആ വലിയ വേലയിൽ ഏർപ്പെട്ട് കൂടെ നടക്കുന്ന ഗോപന്മാരെ വേണുഗാനത്താൽ രമിപ്പിച്ചു. അടുത്ത ശ്ലോകം. പ്രയുക്താൻ ഭോജരാജേനമായിനഃ കാമരൂപിണഃ ലീലയാ വ്യനുദത്താംസ്താൻ ബാലക്രീഡനകാനിവ. പ്രയുക്താൻ ഭോജരാജേന മായിനഃ കാമരൂപിണഃ ലീലയാ വ്യനുദത്താംസ്താൻ ബാലഃ ക്രീഡനകാനിവ. അപ്പോൾ ആ ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുന്നവനും കാമരൂപിണഃ മായാവികളും ആ കംസനാൽ ആ പറഞ്ഞയക്കപ്പെട്ടവരും ആയിട്ടുള്ള അതാത് അസുരന്മാരെ ഒരു ബാലൻ കളിക്കോപ്പുകളെ എന്ന പോലെ കളിയായിട്ട് വധിച്ചു, കൊന്നു. ആ ശ്രീകൃഷ്ണൻ കൊന്നു എന്നാണ്. പ്രയുക്താൻ പറഞ്ഞയക്കപ്പെട്ട ആരാൻ? പ്രയുക്താൻ എന്ന് പറഞ്ഞ പറഞ്ഞയക്കപ്പെട്ടവരായിട്ടുള്ള ഭോജരാജേന ആ കംസനാൽ പറഞ്ഞയക്കപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന മായിനഹ ആ മായാവികളായിരിക്കുന്ന കാമരൂപിണഹ ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുന്നവരായിരിക്കുന്ന ആ ലീലയ അങ്ങനെയുള്ള അസുരന്മാരെ ലീലയ കളിയെ പോലെ കളിക്കോപ്പുകളെ പോലെ വ്യനുദത്താംസ്ഥാൻ അവരെ ബാലഹ ആ ബാലൻ ക്രീഡിക്കുന്നത് എപ്രകാരമാണോ അതുപോലെ അവരെ കളിക്കോപ്പുകളെ എന്ന പോലെ അതാത് അസുരന്മാരെ അദ്ദേഹം കളിയായിട്ട് വധിച്ചു, കൊന്നു. അതിലത്തെ പദങ്ങളെ കാമരൂപിണഹ ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുന്നവരും മായിനഹ മായാവികളും കംസേന കംസനാൽ പ്രയുക്താൻ കംസനാൽ പറഞ്ഞയക്കപ്പെട്ടവരുമായിട്ടുള്ള താൻ അതാത് അസുരന്മാരെ ബാലഹ ഒരു ബാലൻ ക്രീഡനകാൻ കളിക്കോപ്പുകളെ എന്ന പോലെ കളിയായിട്ട് ആ ശ്രീകൃഷ്ണൻ അവിടെ കൊന്നു. കാമരൂപിണഹ ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുന്നവനും മായാവികളും കംസേന ആ കംസനാൽ പ്രയുക്താൻ പറഞ്ഞയക്കപ്പെട്ടവരുമായിട്ടുള്ള താൻ അതാത് അസുരന്മാരെ ബാലഹ ഒരു ബാലൻ ക്രീഡനകാൻ ഇവ കളിക്കോപ്പുകളെ എന്ന പോലെ ലീലയ കളിയായിട്ട് വ്യനുദത് കൊന്നു. കാമരൂപിണഹ ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുന്നവരും മായിനഹ മായാവികളും കംസേന ആ കംസനാൽ പ്രയുക്താൻ പറഞ്ഞേക്കപ്പെട്ടവരുമായിട്ടുള്ള
താൻ താൻ അതാത് അസുരന്മാരെ ബാലഹ ഒരു ബാലൻ ക്രീഡനകാൻ കളിക്കോപ്പുകളെ എന്ന പോലെ ലീലയ കളിയായിട്ട് വ്യനുദത് കൊന്നു. പതുക്കെ അന്വയം കാമരൂപിണ മായിനഃ കംസേന പ്രയുക്താൻ താൻ താൻ ബാലഹ ക്രീഡനകാൻ ലീലയാ വ്യനുദത്. എന്നുകൂടി പറയാം. കാമരൂപിണ മായിനഃ കംസേന പ്രയുക്താൻ താൻ താൻ ബാലഹ ക്രീഡനകാൻ ഇവ ലീലയാ വ്യനുദത്. അതായത് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുന്നവരും മായാവികളും കംസനാൽ പറഞ്ഞയക്കപ്പെട്ടവരുമായിരിക്കുന്ന അതാത് അസുരന്മാരെ ഒരു ബാലൻ കളിക്കോപ്പുകളെ എന്ന പോലെ കളിയായിട്ട് ആ ശ്രീകൃഷ്ണൻ അവിടെ കൊന്നു. ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുന്നവരും മായാവികളും കംസനാൽ പറഞ്ഞയക്കപ്പെട്ടവരുമായിരിക്കുന്ന അതാത് അസുരന്മാരെ ഒരു ബാലൻ കളിക്കോപ്പുകളെ എന്ന പോലെ കളിയായിട്ട് ആ ശ്രീകൃഷ്ണൻ അവിടെ കൊന്നു. അപ്പോൾ കംസനാൽ അയക്കപ്പെട്ടവരും മായാവികളും കാമരൂപികളുമായിരിക്കുന്ന അതാത് അസുരന്മാരെയെല്ലാം കുട്ടികൾ പാവകളെ എന്ന പോലെ ആ കളിയിൽ നിഗ്രഹിച്ചു. ഗോകുലത്തിൽ വളരുന്ന ആ കൃഷ്ണ ഭഗവാനെക്കുറിച്ച് കേട്ടറിഞ്ഞ കംസൻ ഭഗവാനെ ഹിംസിപ്പാനായിട്ട് മായാവികളായിട്ടുള്ള ഓരോ അസുരന്മാരെ പറഞ്ഞയച്ചു. സ്വേച്ഛ പോലെ രൂപം ധരിക്കാൻ സമർത്ഥന്മാരായിട്ടുള്ള അവർ ഓരോ രൂപങ്ങളെ എടുത്തുകൊണ്ട് ഭഗവത് സമീപത്തിൽ വ്യാജേന വന്നു ചേർന്ന് ഒരു ബാലൻ അവൻ്റെ കളിക്കോപ്പുകളെ വിനോദമായി എറിഞ്ഞ് ഉടയ്ക്കുന്നത് പോലെ ആ ശ്രീകൃഷ്ണൻ അവരെയെല്ലാം നിഷ്പ്രയാസം സംഹരിച്ചു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.